ഈ ഉദ്ഘാടനം നടക്കുമ്പോൾ ഞാനിവിടെ എൻലാർജ് ചെയ്തൊരു ഭാഗം കാണിക്കാം. തൊട്ടു ബാക്കിൽ നിൽക്കുന്ന അണ്ണൻ സൂത്രതീകോടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ചെറിയ കമ്പിയ ഏതോ പെണ്ണിന്റെ ബാക്ക് സൈഡിൽ അനക്കമുണ്ടോ എന്ന് പിടിച്ചു നോക്കുന്നൊരു കാര്യം കാണുന്നുണ്ട്. അപ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയ കൈയെടുത്ത് മാറ്റുന്നു. അത് ഞാൻ കൃത്യമായി കാണിച്ചു. അപ്പൊ ഇത്തരത്തിൽ ഈ ഉടമകൾ വിളിക്കുന്നവരോ അല്ലെങ്കിൽ അതിൽ നിൽക്കുന്നവരോ ഇത്തരത്തിലുള്ള അവസരങ്ങൾ പാർത്തുകൊണ്ട് ഒന്ന് ബാക്കുണ്ടോ ഫ്രണ്ടുണ്ടോ എന്നൊക്കെ നോക്കാനും തൊട്ടു നോക്കാനും സ്പർശന ഗുണത്തിന് വേണ്ടി ആയിരിക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അത് ഏറെ ഞെട്ടലുളവാക്കുന്ന ഒരു വീഡിയോ ആണ് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും അധികം വൈറലായ ഒരു ഉദ്ഘാടനം, അത് 2 ഉദ്ഘാടന റാണികൾ. നമുക്കറിയാം, ഒന്ന് തുമ്പിമോള് മറ്റൊരു പുതിയ താരം ഇറങ്ങിയിരിക്കുന്നു. ഏത് മേഖലയിലൂടെ പ്രസിദ്ധി ആർജിച്ച താരമാണെന്നറിയില്ല. ഒരു പുതിയ പെൺകുട്ടിയാണ്, ശാലീന സുന്ദരിയാണ്. അതായത് എങ്ങനെ ഒരു ഉദ്ഘാടന നടി ബിഹേവ് ചെയ്യണമെന്നുള്ള എല്ലാ ടീച്ചിങ്ങും കിട്ടിയിട്ടുള്ള എല്ലാ പാഠങ്ങളും പഠിച്ച ഒരു പുതിയ പെൺകുട്ടി തന്നെയാണ്. 2 പേരും കൂടെ ഒരു ഉദ്ഘാടനത്തിനെത്തുന്നു. അതിനിടയിൽ ചില സംഭവ വികാസങ്ങൾ, അത് കണ്ടാലറക്കുന്ന ഞെട്ടിക്കുന്ന ചില സംഭവങ്ങൾ നടന്നുവെന്നാണ് ഒരു പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ വെളിപ്പെടുത്തുന്നത്. അതേ തുമ്പിമോളെ ഉദ്ഘാടനത്തിന്റെ മറവിൽ സ്വന്തം മാമൻ സ്ഥാനത്ത് കയറി പിടിച്ചു എന്നാണ് ആരോപണം. എന്താണ് സംഭവിച്ചത്? വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിൽ കാണുന്ന പഹയന്മാര് പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതായത് കഴിഞ്ഞ ദിവസം നടന്ന ഈ ഒരു ഉദ്ഘാടനം, എവിടെയാണ് ഉദ്ഘാടനം നടന്നതെന്നറിയില്ല, എന്ത് ഷോപ്പാന്നും അറിയില്ല, 2 തരുണീമണികളെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു ഉദ്ഘാടനം, ആ ഒരു ഉദ്ഘാടനം കണ്ടു കഴിഞ്ഞാൽ കണ്ണ് നിറയാത്ത മലയാളി ഉണ്ടാവില്ല. അത്രയും അധികം രസകരമായ ഒരു ഉദ്ഘാടനം തന്നെയായിരുന്നു. എന്നാൽ ഈ ഒരു ഉദ്ഘാടനത്തിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ ഒരു സാമൂഹിക പ്രവർത്തകൻ എത്തിയായിരുന്നു. ചില വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തുകയാണ്. ബലൂണുകൾ വീർപ്പിച്ചുകൊണ്ടുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത്. 4 ബലൂണുകൾ നിറവ്യത്യാസത്തോടു കൂടി ആടിക്കൊണ്ടിരിക്കുന്ന ഈ ഉദ്ഘാടന ചടങ്ങ്, സത്യം പറഞ്ഞാൽ ഇതിനൊരു നിയമം കൊണ്ടുവരണം. ക്യാമറാമാൻ ആണെങ്കിൽ 4 ബലൂണിന്റെയും വിടവീക്കോടെ കൃത്യമായി ഫോട്ടോ എടുക്കുന്ന ഒരു ശൈലി. ഈ നാണമില്ലാത്ത ഈ വധൂരികളെ ഇത്തരത്തിൽ ഹൈലൈറ്റ് കാണിച്ച് ഉദ്ഘാടനത്തിന് വിളിക്കുന്ന ഈ ഉടമകളെ ആദ്യം ചാട്ടവാറെടുത്തടിക്കണം. അല്ലെങ്കിൽ വൃത്തിഹീനമായ രീതിയിൽ ബലൂണുകൾ പുറത്തു കാണിക്കാൻ വേണ്ടി മാത്രം ജനിച്ച് അതിൽ കൂടി റീച്ചുണ്ടാക്കി പണം വാരുന്ന ഇവറ്റങ്ങൾ അതായത് നിരവധി ആളുകൾ നെഞ്ചിലേറ്റിയ, പ്രത്യേകിച്ച് ഞാരമ്പമാർ നെഞ്ചിലേറ്റിയ തുമ്പിമോൾ അടക്കമുള്ള ആളുകളെ കണക്കിന് പരിഹസിച്ചിരിക്കുകയാണ്. മുഖത്തടിക്കുന്ന രീതിയിൽ അദ്ദേഹം പ്രതികരിച്ചിരിക്കുകയാണ്. നാണമില്ലാത്ത വർഗങ്ങളെന്നാണ്, അടിച്ചോടിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് മാത്രമല്ല, ഇതിനിടയിൽ പിന്നീട് അങ്ങോട്ട് അദ്ദേഹം ആരോപിച്ച ചില കാര്യങ്ങൾ, അതേ ഗുരുതര ആരോപണങ്ങൾ. എന്തായിരുന്നു അത്? ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഈ ഉദ്ഘാടനം നടക്കുമ്പോൾ ഞാനിവിടെ എൻലാർജ് ചെയ്തൊരു ഭാഗം കാണിക്കാം. തൊട്ടു ബാക്കിൽ നിൽക്കുന്ന അണ്ണൻ സൂത്രതീകോടെ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ചെറിയ കമ്പിയ ഏതോ പെണ്ണിന്റെ ബാക്ക് സൈഡിൽ അനക്കമുണ്ടോ എന്ന് പിടിച്ചു നോക്കുന്നൊരു കാര്യം കാണുന്നുണ്ട്. അപ്പോൾ അവൾ തിരിഞ്ഞു നോക്കിയ കൈയെടുത്ത് മാറ്റുന്നു. അത് ഞാൻ കൃത്യമായി കാണിച്ചു. അപ്പൊ ഇത്തരത്തിൽ ഈ ഉടമകൾ വിളിക്കുന്നവരോ അല്ലെങ്കിൽ അതിൽ നിൽക്കുന്നവരോ ഇത്തരത്തിലുള്ള അവസരങ്ങൾ പാർത്തുകൊണ്ട് ഒന്ന് ബാക്കുണ്ടോ ഫ്രണ്ടുണ്ടോ എന്നൊക്കെ നോക്കാനും തൊട്ടു നോക്കാനും സ്പർശന ഗുണത്തിന് വേണ്ടി ആയിരിക്കാം ഇതൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഇവരുടെ ഡ്രസ്സും ഇവരുടെ ബലൂണും കണ്ട് അത്തരത്തിൽ മനുഷ്യനായി പോകുന്നതായിരിക്കാം എന്നൊക്കെ എനിക്ക് തോന്നുന്നു. ഇത്തരത്തിലുള്ള ഉദ്ഘാടനങ്ങൾ ഹൈലൈറ്റ് കാണിക്കുന്ന ഇത്തരത്തിലുള്ള രീതികൾ ഒന്നാമത് തന്നെ നിർത്തണമെന്നാണ് എന്റെ അഭിപ്രായം. തുമ്പിയുടെ അമ്മാവനെ സംബന്ധിച്ച്, അതായത് തുമ്പിമോളുടെ അമ്മയുടെ ആങ്ങളെയാണ് ഈ ഒരു പഹയൻ എന്നാണ് പറയുന്നത്. ഓന്റെ പേരെനിക്കറിയില്ല. ഓനാണ് ഓളെ ഈ ഒരു മേഖലയിലേക്ക് ഇറക്കിയതും ഇത്രയും അധികം ഒരു സെലിബ്രിറ്റി പരിവേഷം ഉണ്ടാക്കി കൊടുത്തതും ഓനാണെന്നാണ് പറയുന്നത്. ഓൻ ഉദ്ഘാടനത്തിന് ഓളെ കൊണ്ടുവരികയും പിന്നിൽ നിന്ന് അസ്ഥാനത്തോളെ കയറി പിടിച്ചു എന്നാണ് ആരോപണം. എന്താണ് സംഭവിച്ചത്? ഏറെ ദുഃഖകരമായ അവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരമ്മാവനും ഉണ്ടാവാൻ പാടില്ല. ഇത്ര വിശദമായി നോക്കിയിട്ടും എന്താണ് സംഭവിച്ചത്? എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. ഓൻ കൈയെടുത്ത് എന്തോ ഒരു ആക്ട് കാണിക്കുന്നു, പിന്നിൽ നിന്ന് എന്തോ ഒരു ആക്ട് കാണിക്കുന്നു, തുമ്പിമോൾ തിരിഞ്ഞു നോക്കുന്നു, കൈ തട്ടി മാറ്റുന്നു, എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. എന്താണെന്ന് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം മുൻകാലത്തെ പോലെ നമ്മൾ തേർഡ് അമ്പയറിലേക്ക് വിടുകയാണ്. എന്താണ് സംഭവിച്ചത്? തേർഡ് അമ്പയർ ഈ ഒരു വിഷയം റിവ്യൂ ചെയ്യുന്നു. വരട്ടെ. Ultra edge from the mark. Just continue when it is no backing ball. Impact in line. Impact outside. Wickets hitting. On-field decision is not out.
confirm it's the fair delivery. You can go to front on spin vision. Nice and slow. Yeah, can you go to the ultra edge, please? Nice and slow. I can see clear gap and no bat involved. അതായത് തേർഡ് അമ്പയർ പറയുന്നത് നോ ബാറ്റ് ഇൻ ബോൾ, കോട്ട് ബിഹൈൻഡ് ആണ്, പക്ഷെ നോ ബാറ്റ് ഇൻ ബോൾ എന്നാണ് തേർഡ് അമ്പയർ പറയുന്നത്. എന്നാൽ എന്താണ് സംഭവിച്ചെന്ന് പൂർണ്ണമായി ഇപ്പോഴും കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ കൂടുതൽ ഈ ഒരു വിഷയത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? ഗുരുതര ആരോപണം തന്നെയാണ്. അതായത് എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു, എന്താണെന്ന് വ്യക്തതയില്ല. എന്നാൽ ചുറ്റുപാടും നിൽക്കുന്ന ആളുകളെ അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് ആ ഒരു വിഷയം നമ്മൾ തേർഡ് അമ്പയറിലേക്ക് വിടുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആ ഒരു ചേച്ചിയുടെ മുഖം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് എന്തോ വലിയ ദുർഗന്ധം, അതായത് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തോ ഒരു മണം കിട്ടിയ രീതിയിലുള്ള ഒരു എക്സ്പ്രഷനാണ്. സഹിക്കാൻ തീരെ കഴിയുന്നില്ല, എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിപ്പോകാൻ തോന്നുന്ന ഒരവസ്ഥ. ആ ഒരു എക്സ്പ്രഷനിൽ നിന്നും അതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് എന്തോ ഒന്ന് സംഭവിച്ചിരിക്കുന്നു. തുമ്പിമോളുടെ ഭാഗത്ത് നിന്നാണോ എന്നൊരു സംശയമുണ്ട്. ചില ദുർഗന്ധം ആ ഒരു ഏരിയയിൽ വന്നിരിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ തുമ്പിമോളെ സംശയിക്കാതിരിക്കാൻ വേണ്ടി ഓൻ കാണിച്ചൊരു കലാപരിപാടിയാണെന്നാണ്. അതായത് പിന്നിൽ നിന്നും കോട്ട് ബിഹൈൻഡ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓൻ പിന്നീട് അവിടെ കയറി നിൽക്കുകയും ചെയ്ത്. അതായത് ഈ ഒരു സംഭവത്തിന് അറിയില്ലല്ലോ, ഇതൊരു ഉദ്ഘാടന വേളയാണെന്നൊന്നും ഓനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ അതെന്തോ ഒന്ന് സംഭവിച്ചിക്ക് ഏറെ ദുർഗന്ധം പരന്നതിനെ തുടർന്ന് തുമ്പിമോളെ രക്ഷിക്കാൻ വേണ്ടി ഓൻ തന്നെ കയറി നിന്ന് ഒരു പൊട്ടേഷൻ കൊടുത്തതാണ്. ആ ഒരു പൊട്ടേഷൻ തുമ്പിമോള് തിരിച്ചറിയാതെ ഓനെ മക്കാറാക്കിയെന്നാണ് തേർഡ് അമ്പയറിന്റെ ഒരു റിവ്യൂവിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ ദുഃഖകരമായ ഒരവസ്ഥ. ഇതുപോലൊരവസ്ഥ ഒരു മാമനും ഉണ്ടാവാൻ പാടില്ല. അതായത് ഓൻ ചെയ്ത ആ ഒരു വലിയ ഉപകാരം തുമ്പിമോൾ കാണാതെ പോയി ചീത്ത പേരിലേക്ക് ഓനെ തള്ളിയിട്ടു എന്നുള്ള ഏറെ ദുഃഖകരമായ അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഈ ഒരു വിഷയത്തിൽ ഇത്തരമൊരു വിലയിരുത്തലാണ് എത്തിയിരിക്കുന്നത്. നിരവധി ആളുകളാണ് ഈ വീഡിയോയുടെ താഴെ, അതായത് 2700ഓളം ആളുകളാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. ഏറെയും മ്ലേച്ഛമായ കമന്റുകളാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഈ വിഷയത്തെ കാണുന്നത്? ഈ രണ്ട് ഉദ്ഘാടന റാണികൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ 2030 ഈ രണ്ട് ഉദ്ഘാടന റാണികൾ മാത്രമല്ല, കൂടുതൽ ഉദ്ഘാടന റാണികൾ നമുക്കുണ്ട്. അതിലൊരു ഉദ്ഘാടന റാണി ഇന്നലെ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ. ഇതാണ് ശരിക്കുള്ള ലുക്ക്. ഇനോഗ്രേഷന് മാത്രം നിങ്ങൾ ആ പേക്കോലം കാണുള്ളൂ. അതെ, മറ്റാരുമല്ല, നമ്മൾ നെഞ്ചിലേറ്റിയ ഹന്നാരാജൻ പറയുന്നത് താൻ ഉദ്ഘാടനത്തിന് പേക്കോലത്തിലാണ് വരുന്നത്. ഇതാണ് തന്റെ നല്ല കോലം. അതായത് പേക്കോലമാണെന്നുള്ളൊരു യാഥാർത്ഥ്യം ഓൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പേക്കോലത്തിൽ വരികയാണ്. ഓള് മാത്രമല്ല, ഈ ഉദ്ഘാടന റാണികൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ 2030 അല്ലെങ്കിൽ 2035 എത്തുമ്പോൾ ഓല അവസ്ഥ എന്താവും, അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താവും? ഒരുപക്ഷെ 2030 35 എത്തുന്ന സമയത്ത് 1940 ഒരു തിരിച്ചു പോകും. അതായത് മേൽഭാഗം മറയ്ക്കാത്ത രീതിയിലേക്കുള്ള ഒരു ഉദ്ഘാടനം നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് പഴമയിലേക്ക് തിരിഞ്ഞു പോകാൻ പല ആളുകളും പറഞ്ഞിട്ടും, പല കാര്യങ്ങളിലും ഭക്ഷണത്തിലായിക്കോട്ടെ പല കാര്യങ്ങളിലും നമ്മൾ പഴമയെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ആരും മൈൻഡാക്കിയില്ല. എന്നാൽ നമ്മൾ നെഞ്ചിലേറ്റിയ ഉദ്ഘാടന റാണികൾ ഓലത് അംഗീകരിക്കുകയായിരുന്നു. പഴമയിലേക്ക് ഒരു തിരിച്ചുപോക്ക് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറെ ഞെട്ടുളവാക്കുന്ന അവസ്ഥ. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുന്നത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.